ടുഡേ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ദം ബിരിയാണി, കപ്പ ബിരിയാണി, കപ്പ മീൻകറി. നമ്മള് മഴ നനഞ്ഞ് റോമിൽ ഒരു കട അന്വേഷിച്ചു വന്നാണ്. നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ്, നമ്മുടെ കുഞ്ഞുഞ്ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് വരാനാ പറഞ്ഞത്, ഞങ്ങൾ വിളിക്കാതെ വന്ന്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം, സർപ്രൈസ് കൊടുക്കാം പുള്ളിക്ക്. പിന്നെ നമ്മുടെ നീതി ചേച്ചിയാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ചേച്ചിയുടെ ഫ്രണ്ടാണ്. അതെ, നമ്മുടെ നീതു ചേച്ചിയുണ്ട്. ചേച്ചിയാണ് ഇതെല്ലാ ഡീറ്റെയിലും നമുക്ക് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കാര്യം നല്ല കേരള തനി നാടൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു കടയുണ്ടെന്ന് പറഞ്ഞു തന്നത്, പുള്ളീനെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നമ്മുടെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ മിഥുൻ, ഇവരൊക്കെ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് ഭക്ഷണം. മിഥുൻ്റെ പേജിലൊക്കെ ഉണ്ടെന്നെങ്കിലും പറഞ്ഞു കേട്ടത്. ഞാൻ കയറി നോക്കിയിട്ടില്ല, എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, കേരള റെസ്റ്റോറൻറ്റ് എവിടെയാണ്? റോമിൽ. ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ലൊക്കേഷൻ ഇട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. നമുക്ക് നോക്കാം ഇത് തന്നെയാണെന്ന്. ഇത് എവിടെ ഉണ്ട് ആള്? ആ നിൽക്കുന്നതാണ് ഇല്ലേ? ആ നിൽക്കുന്നതാണ് ആള്. വിളിക്കാനായിരുന്നു എനിക്ക് ഫോൺ വന്നു. പുള്ളി എന്നെ വിളിക്കണ് ആ സമയത്ത് കാണാഞ്ഞിട്ട്. അപ്പൊ ഇതാണ് നമ്മൾ കുഞ്ഞുചേട്ടാ. കുഞ്ഞുചേട്ടാ ഹായ്. ഹായ്. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊന്നോ, ഒന്നും പറയാനില്ല കേട്ടോ. അത് കണ്ടില്ലേ, റോമിലാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കിയ മെനു. ഇതൊന്നും അല്ല, ദേ വരാൻ പോണുള്ളത് കണ്ടോ. നല്ല അടിപൊളി ചാള വറുത്തത്, നല്ല തേങ്ങ കൊത്തിട്ട് വറുത്ത ബീഫ്. പിന്നെ ഇത് നോക്കി എന്താണെന്ന് നോക്കി, അച്ചപ്പം, പിന്നെ നമ്മുടെ ചിപ്സ്, പപ്പായ, ചെമ്മീൻ റോസ്റ്റ് ആണല്ലേ ഇത്. ചെമ്മീൻ റോസ്റ്റ്, വട, കളിക്കറിയാന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ പെണ്ണ് എവിടെയാണെന്ന് നോക്കി, റൂമിലാണ്. പൊളി പൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ കട. എൻ്റെ പൊന്നൊരു രക്ഷയില്ലതേ, കാണിച്ചു തരാം. ടുഡേ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ദം ബിരിയാണി, കപ്പ ബിരിയാണി, കപ്പ മീൻകറി, മസാല ദോശ, പുട്ട് കടല കറി, അപ്പം മുട്ടക്കറി, 6 യൂറോ. അടിപൊളി. നമ്മളെവിടെയാണ്? റോമിൽ. കേരള റെസ്റ്റോറൻറ്റാ, റോമിലാണ്. റോമിൽ. ഓക്കെ, അപ്പോൾ റോമിൽ വന്നിട്ട് നമ്മുടെ കുഞ്ഞുമഞ്ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ. കേരള റെസ്റ്റോറൻറ്റ്. നമ്മുടെ അടിപൊളി കഥകളിയുടെ ഒരു ചെറിയൊരു ഇമേജൊക്കെ വെച്ചിട്ടുണ്ട്. ബോബൻ നാട്ടിലെവിടെ? ചേർത്തല. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെന്താണ് ഓർഡർ ചെയ്തത്? മട്ടൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ ഒരു താലി മീൽ ആണ് ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ റോമിൽ വന്നിട്ട് മട്ടൻ ബിരിയാണി ദേ എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി എത്തിക്കഴിഞ്ഞു. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങി പകുതിയായിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന നീതു ചേച്ചിയാണ് നമുക്ക് ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ കുഞ്ഞുചേട്ടനെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു അടിപൊളി ഭക്ഷണം കഴിക്കാൻ പറ്റി. താങ്ക് യു. ഒരു അടിപൊളി മഴ, ഒരു റെയിനി ഡേ ആണ്, നൈസ് ഡേ. നമ്മുടെ പ്ലാനുകളെല്ലാം കുളമാവുമെന്ന് വിചാരിച്ചു, പക്ഷെ എന്നാലും നമ്മളെ തോപ്പിക്കാനാവില്ല. നമ്മൾ 2 കുട വാങ്ങിച്ചു. തോപ്പിക്കാനാവില്ല മക്കളെ. കുട വാങ്ങിച്ചു, കുട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരണം, പിന്നെ ഒരു കുട ഇങ്ങോട്ട് വാങ്ങിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ പാൻതിയോണിലേക്ക് പോവാണ്. പാൻതിയോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരേട്ടങ്ങേറ് ബിൽഡിംഗ് ആണ്. ഒരു ഫ്രണ്ടിൽ തൂണുകളൊക്കെ ഉള്ള. ഈ കാണുന്നില്ലേ, ഇത് ഇപ്പോൾ ഞാൻ കാണിക്കാൻ ഈ കാണുന്നതാണ് പാൻതിയോൺ. അപ്പോൾ ഈ പാൻതിയോണിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത് തന്നെ പിന്നെ ഉള്ളത് ഒരു സ്പാനിഷ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഉണ്ട്. ഈ കാണുന്നതാണ് സ്പാനിഷ് സ്റ്റെപ്സ്. പിന്നെ ഉള്ളത് ട്രെവി ഫൗണ്ടെയിൻ. അതായത് ഈ കാണുന്നതാണ് ട്രെവി ഫൗണ്ടെയിൻ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്ന് കവർ ചെയ്യാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയത്ത് എല്ലാവരും കുടയും പിടിച്ച് ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏരിയ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറേ ടൂറിസ്റ്റ് പ്ലേസസ്, ഡെസ്റ്റിനേഷൻസ് ഉള്ളതുകൊണ്ട് ആളുകൾ അങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഇടയിലൂടെ ടാക്സി വരുന്നുണ്ട്. ഇതെല്ലാം മെയിൻ റോഡാണ് കേട്ടോ, പക്ഷേ വണ്ടികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ നടുക്കൂടി നടക്കുന്നു. അങ്ങനെ മഴ പോയി വെയിൽ വന്നു. ഞങ്ങളുടെ കുടയൊക്കെ മടക്കി വെച്ചു. ഇവിടെ മഴ ഇങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് മഴ വരുന്നു, സെക്കൻഡുകൾ കൊണ്ട് മഴ പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ കേട്ടോ.
ഇവിടെയുള്ള നമ്മുടെ കുഞ്ഞുമഞ്ചേട്ടനൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്നത് നല്ല ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സമയത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത്രയും തണുപ്പൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണ്. അതാണ് നമ്മളും വണ്ടറായത്. കാരണം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ അതേ ക്ലൈമറ്റ് തന്നെ ഇവിടെ, വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. പക്ഷെ മഴ ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ സ്വിറ്റ്സർലൻഡിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് പാന്തിയോൺ. അഗസ്റ്റസിന്റെ ഭരണകാലത്ത് മാർക്കസ് അഗ്രിപ്പ നിയോഗിച്ച ഒരു മുൻ ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ഇറ്റലിയിലെ റോമിലുള്ള ഒരു പഴയ ക്ഷേത്രമാണ് പാന്തിയോൺ. ആ പാന്തിയോൺ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ്. ഏകദേശം 126 AD ഹാഡ്രിയൻ ചക്രവർത്തിയാണ് ഇത് പൂർത്തിയാക്കിയത്. ഇതിന്റെ നിർമ്മാണ തീയതി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ഹാഡ്രിയൻ പുതിയ ക്ഷേത്രം ആലേഖനം ചെയ്യാനല്ല, മറിച്ച് അഗ്രിപ്പയുടെ കത്തിനശിച്ച പഴയ ക്ഷേത്രത്തിന്റെ ലിഖിതം നിലനിർത്തുവാനാണ് തീരുമാനിച്ചത്. സിലിണ്ടർ ആകൃതിയിലുള്ള ഈ കെട്ടിടത്തിന്റെ ഒരു പെഡിമെന്റിന് താഴെ വലിയ ഗ്രാനൈറ്റ് കൊരിന്ത്യൻ നിരകളുടെ പോർട്ടിക്കോ കാണപ്പെടുന്നു. ഇത് നിർമ്മിച്ച് ഏകദേശം 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും പാന്തിയോണിന്റെ താഴികക്കുടം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് താഴികക്കുടമാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ സെന്റ് മരിയായ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരു പള്ളിയായി പാന്തിയോൺ ഇന്നും ഉപയോഗിച്ചു പോരുന്നു. നമ്മൾ നടന്ന് ട്രെവി ഫൗണ്ടൈൻ എത്തി. ട്രെവി ഫൗണ്ടൈൻ എല്ലാം ഈ ഒരേ ലൊക്കാലിറ്റി തന്നെയുണ്ട്. ട്രെവി ഫൗണ്ടൈൻ ലോകപ്രസിദ്ധമായ ആ ട്രെവി ഫൗണ്ടൈനാണ് ഈ കാണുന്നത്. BC 19-ാം നൂറ്റാണ്ടിൽ റോമൻ സാങ്കേതിക വിദഗ്ധർ നഗരത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ അകലെ ശുദ്ധജലത്തിന്റെ ഉറവിടം കണ്ടെത്തി. എന്നിരുന്നാലും അക്വഡക്റ്റിന്റെ പരോക്ഷമായ പാത അതിന്റെ നീളം ഏകദേശം 22 കിലോമീറ്റർ ആക്കി. ഈ അക്വാവിർഗോ വെള്ളത്തെ അഗ്രിപ്പയിലെ കുളങ്ങളിലേക്ക് നയിച്ചു. ഇത് 400 വർഷത്തിലേറെ റോമിനെ സേവിച്ചു. ട്രിവിയം 3 തെരുവുകളുടെ കവല എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ജലധാരയുടെ പേര് വന്നത്. ഓരോ ദിവസവും ഏകദേശം 3000-ഓളം യൂറോയാണ് ജലധാരയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഈ പണം റോമിലെ പാവപ്പെട്ടവർക്കായി ഒരു സൂപ്പർ മാർക്കറ്റിന് സബ്സിഡി നൽകാൻ ഉപയോഗിച്ചു പോരുന്നു. എന്നിരുന്നാലും ജലധാരയിൽ നിന്ന് നാണയങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പതിവായി നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധവുമാണ്. വെള്ളവും പാറക്കെട്ടുകളും കലർത്തി ചെറിയ ചതുരം നിറയ്ക്കുന്ന ഭീമാകാരമായ പദ്ധതിയുടെ പ്രമേയം വെള്ളത്തെ മെരിക്കുക എന്നതാണ്. ആയിരത്തി 1723 ഫ്രാൻചെസ്കോ ഡി സാങ്ക്റ്റിസ് ആണ് സ്പാനിഷ് സ്റ്റെപ്സ് പണി കഴിപ്പിച്ചത്. സ്പെയിനിൻ്റെയും ഫ്രാൻസിൻ്റെയും സമാധാനം ആഘോഷിക്കപ്പെടുന്ന ഒരു തീമാണ് ഈ സ്പാനിഷ് സ്റ്റെപ്പിൻ്റേത്. ഫ്രഞ്ച് ചേർച്ചിനെയും സ്പാനിഷ് സ്ക്വയറിനെയും ഇത് ചേർത്ത് വയ്ക്കുന്നു. 1953 പുറത്തിറങ്ങിയ റോമൻ ഹോളിഡേ എന്ന ഇംഗ്ലീഷ് ചലച്ചിത്രത്തിൽ ഈ വൻ നിർമ്മിതിയെ പ്രതിപാദിക്കുന്നുണ്ട്. 1598 നടന്ന ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ബോട്ടിൻ്റെ ആകൃതിയിലുള്ള വാട്ടർ ഫൗണ്ടൈനും ഈ കാണുന്ന സ്പാനിഷ് സ്റ്റെപ്സിൻ്റെ താഴ്വരയിൽ നിർമ്മിച്ചിട്ടുണ്ട്.
ഇറ്റലിയിലെ ഓരോ മുക്കിലും മൂലയിലും പോലീസ് പെട്രോളിംഗ് കാണാൻ സാധിക്കും.